എൻ്റെ ഏറ്റവും വലിയ ഒരു സ്വപ്നം. അല്ലെങ്കിൽ ഞാൻ എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാർക്ക് അത് തീർച്ചയായിട്ടും റിലേറ്റ് ചെയ്യാൻ പറ്റും. ചെന്നൈയിൽ സ്ഥിരതാമസമാണെങ്കിലും കേരളം എന്നേക്കും ജയറാമിന് പ്രിയപ്പെട്ടതാണ്. മക്കൾ വളർന്നതെല്ലാം തമിഴ്നാട്ടിലായിരുന്നുവെങ്കിലും മലയാള മണ്ണുമായി മക്കൾക്കുള്ള ബന്ധം വിട്ടുപോകാതിരിക്കാൻ ജയറാമും പാർവതിയും എന്നും ശ്രമിച്ചിരുന്നു. അച്ഛനെയും അമ്മയെയും പോലെ തന്നെ കണ്ണനും ചക്കിയും അഭിനയ മേഖലയിലേക്ക് എത്തിയിരുന്നു. കണ്ണൻ എന്ന കാളിദാസനെ കുട്ടിക്കാലം മുതൽ സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയതാണ്. 2 സിനിമകൾ മാത്രം ബാലതാരമായി എത്തി. അതിനുശേഷം താരം പഠനവുമായി മുന്നോട്ട് പോയി. കോളേജ് വിദ്യാഭ്യാസത്തിന് ശേഷമാണ് പിന്നീടുള്ള ചിത്രങ്ങൾ ചെയ്തത്. 3 വർഷത്തോളം നീണ്ട പ്രണയത്തിന് ശേഷമാണ് കാളിദാസും താരണിയും വിവാഹിതരാകുന്നത്. വധുവും കുടുംബവും തമിഴ്നാട് സ്വദേശികളായതിനാലാകും ചെന്നൈയിൽ വിവാഹത്തിന്റെ മറ്റ് ആഘോഷങ്ങൾ നടത്താൻ താരകുടുംബം തീരുമാനിച്ചത്. അതേസമയം കാളിദാസിന്റെയും താരണിയുടെയും വിവാഹ ചടങ്ങുകൾക്ക് വീഡിയോ വൈറലായതോടെ ഏറ്റവും കൂടുതൽ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വരുന്നത് വരന്റെ അച്ഛനായ ജയറാമിനാണ്. പൊതുവെ സെലിബ്രിറ്റി വിവാഹ ചടങ്ങുകൾ നടന്ന് കഴിയുമ്പോൾ വിമർശനം ഏറ്റവും കൂടുതൽ ലഭിക്കുക വരനും വധുവിനുമാകും. എന്നാൽ കാളിദാസിന്റെ വിവാഹ ചടങ്ങിന്റെ ദൃശ്യങ്ങൾ കണ്ട് സോഷ്യൽ മീഡിയ വിമർശിക്കുന്നത് ജയറാമിനെയാണ്. ഹൈന്ദവ ആചാരപ്രകാരമുള്ള വിവാഹ സമയത്തെ ഒരു പ്രധാന ചടങ്ങാണ് കന്യാദാനം. പിതാവ് തന്റെ പുത്രിയുടെ വലത് കൈ വെറ്റിലയിലോട് ചേർത്ത് വരനെ പിടിക്കുന്നതാണ് ഈ കർമ്മം. പിതാവിന്റെ അഭാവത്തിൽ പിതൃസ്ഥാനത്ത് നിന്ന് സഹോദരനും കന്യാദാനം നടത്താം. തന്റെ പുത്രിയെ അല്ലെങ്കിൽ സഹോദരിയെ ഇനിയുള്ള കാലം നിനക്കായി നൽകിയിരിക്കുന്നു എന്നതാണ് ഈ കീഴ്വഴക്കത്തിന് ആധാരം. കാളിദാസ് താരണി താലികെട്ട് ചടങ്ങിന് ശേഷം ക്ഷേത്ര സന്നിധിയിൽ വെച്ച് കന്യാദാന ചടങ്ങ് നടത്തിയത് ജയറാമാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം. താലികെട്ടിന് ശേഷം ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമ്മികന്റെ നിർദ്ദേശപ്രകാരം വധു താരണിയുടെ കൈപിടിച്ച് കാളിദാസിനെ ഏൽപ്പിച്ച് കന്യാദാന ചടങ്ങ് നടത്തുന്ന ജയറാമിനെ ഫോട്ടോയിൽ കാണാം. താരണിയുടെ അച്ഛൻ ചടങ്ങുകൾ കണ്ട് സമീപത്ത് നിൽക്കുന്നതും വൈറലായതോടെ കന്യാദാനം ചെയ്യേണ്ടത് വധുവിന്റെ അച്ഛനല്ലേ, ജയറാം എന്തിന് ചെയ്തുവെന്ന രീതിയിലാണ് കമന്റുകൾ. ഒരു പെൺകുട്ടിയുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട നിമിഷമല്ലേ, ചുറ്റും കൂടിയവർക്കോ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ച കാർമ്മികനോ ഇതൊക്കെ ശ്രദ്ധിച്ചു ചെയ്യാമായിരുന്നുവെന്ന തരത്തിലും കമന്റുകളുണ്ട്. ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ചെയ്യുക. വീഡിയോ ലൈക്ക് ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഫ്രണ്ട്സ്.